നിങ്ങളെക്കുറിച്ച് കുറ്റം പറയാനും അപവാദം പറയാനും നിങ്ങളെ നിരന്തരം പരീക്ഷിക്കാനുമാണ് പിശാച് ആവോളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ അടുക്കൽ പോലും ചെന്ന് നമുക്കെതിരെ അപവാദം പറയാനും നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെ വെളിപ്പെടുത്തി ശിക്ഷ വിധിക്കണമെന്ന് പിശാച് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അലറുന്ന സിംഹം എന്ന പോലെ അവൻ വിഴുങ്ങാനായിട്ട് നോക്കുന്നു. ഇതിന് നടുവിൽ നമ്മുടെ ഈ ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും നമ്മെ വിടുവിക്കുകയും ചെയ്യുന്നു. ഇന്ന് ശാലോ സന്ദേശത്തിൽ പരിശുദ്ധാത്മ പറയുന്നത്, പിശാചിൻ്റെ ഇഷ്ടത്തിനും അവൻ്റെ തന്ത്രങ്ങൾക്കും ദൈവം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കില്ല. ആമേൻ. യേശു പത്രോസിനോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. ലൂക്കോസ് 22:31 ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ആമേൻ. പിശാച് ഇങ്ങനെ കൽപ്പന ചോദിക്കുക, പാറ്റാൻ, നമ്മളെ പരീക്ഷിക്കാൻ. നമ്മുടെ ജീവിതത്തിലെ ഓരോ പോരായ്മകളെയും കുറവുകളെയും ബലഹീനതകളെയും ദൈവം അത് അറിയുമ്പോൾ തന്നെ പിശാച് ആ പേരിൽ നമ്മളെ മേൽ അവകാശം ചെലുത്താനായി ദൈവത്തോട് അപേക്ഷിക്കും, ദൈവത്തോട് ചോദിക്കും. ദൈവം നീതിമാനായതുകൊണ്ട് ദൈവത്തിൻ്റെ നീതി അനുസരിച്ച് നമ്മുടെ മേലുള്ള കുറ്റങ്ങളെയും തെറ്റുകളെയും ബലഹീനതകളെയും വെച്ചു പൊറിപ്പിക്കാൻ പറ്റുകയില്ല. എന്നാൽ അതേ സമയം തന്നെ ദൈവം ചെയ്യുന്നതാണ് തൻ്റെ പുത്രൻ മുഖാന്തരം യേശുക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ഈ സെഖര്യാവിൻ്റെ പ്രവചനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ മഹാപുരോഹിതനായ യോശുവ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ സാത്താൻ അവനെ കുറ്റം ചുമത്തുകയാണ്. അവൻ്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. സ്തോത്രം. നാം ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നാം ദൈവവഴിയെ സഞ്ചരിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി ഓടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവുകളെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. നാം എന്ത് ചെയ്തിട്ടാ, നാം എങ്ങനെ പോയിട്ടാ, എന്തൊക്കെ സംഭവിക്കുന്നത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. പക്ഷെ പിശാച് അവൻ സമ്മതിക്കുകയില്ല. നാം ഉയരുവാൻ, നന്മ അനുഭവിപ്പാൻ, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ദൈവിക വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം പ്രാപിപ്പാൻ പിശാച് അനുവദിക്കുകയില്ല. പിശാച് എന്ന് ദൈവത്തോട് പറയുക, അവൻ്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വസ്ത്രം മുഷിഞ്ഞിരിക്കുമ്പോൾ തന്നെ ആ വസ്ത്രം മാറ്റി ഒരു ഉത്സവ വസ്ത്രം ധരിപ്പിക്കാൻ ദൈവം ശക്തനാണ്. മഹാപുരോഹിതനായ യോശുവയെ ദൈവം സംരക്ഷിച്ചെങ്കിലും അവൻ്റെ വസ്ത്രം മാറ്റിക്കൊടുത്തു. പെട്ടെന്നൊരു ഉത്സവ വസ്ത്രം അവനെ ധരിപ്പിച്ചു. പ്രിയമുള്ളവരെ, പിശാച് എന്തൊക്കെ പോരാട്ടമായിട്ട് വരുമ്പോഴും, ഏതൊക്കെ തരത്തിൽ അവൻ പ്രശ്നമുണ്ടാക്കാൻ നോക്കുമ്പോഴും നമ്മുടെ ദൈവം അതും നമുക്ക് നന്മയാക്കി മാറ്റും. ഹല്ലേലൂയ. ഇയ്യോബിനെതിരെ സാത്താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് കുറ്റാരോപണം നടത്തുക. വെറുതെ അല്ല അവൻ ഭക്തനായിരിക്കുന്നത്. നീ വേലി കെട്ടിയിട്ടുണ്ട്, എന്തെങ്കിലും അവൻ്റെ സംരക്ഷണം മാറ്റ്, അവൻ നിന്നെ തള്ളിപ്പറയും. യോബിൻ്റെ പുസ്തകം 2-1 എന്നാൽ ദൈവം അവിടെ പരിശോധിക്കാനായിട്ട് സാത്താനെ അനുവദിച്ചെങ്കിലും ദൈവത്തിന് വലിയൊരു ദൃഷ്ടി അവൻ്റെ മേലുണ്ടായിരുന്നു. അവൻ ദൈവത്തെ കണ്ടുകൊണ്ടാണ് സഞ്ചരിച്ചത്. യോബിൻ്റെ പുസ്തകം 42-ാമത്തെ അധ്യായത്തിൽ യോബ് പറയുന്നുണ്ട്, ഞാൻ ദൈവത്തെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ എൻ്റെ സ്വന്തം കണ്ണാൽ കാണുകയാണ്. അപ്പം ദൈവം അവനോട് കൂടെ ഇരുന്ന് ആ പരീക്ഷയിൽ അവൻ ജയിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ദൈവമുണ്ട്. നാം കടന്നു പോകുന്ന എല്ലാ ശോധനയിലും നമ്മെ സഹായിക്കുവാൻ, പിശാചിൻ്റെ ഇഷ്ടത്തിന് അവൻ കോതമ്പ് പോലെ പാറ്റിക്കളയുവാൻ, നമ്മെ നശിപ്പിച്ച് കളയാൻ അവൻ നോക്കുമ്പോഴും ദൈവം നമ്മെ കൈവിടുകയില്ല. ദൈവപുത്രനായ യേശു ഇന്ന് നമുക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? ഈ പിശാചിൻ്റെ ഓരോ ദിവസത്തെ ആരോപണത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ വന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. റോമാലേഖനം 8-34 ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു ഇന്ന് എന്തിനായിരിക്കുന്നറിയാമോ? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനായിട്ട്. ഹല്ലേലൂയ. അത് എബ്രായലേഖനം 7:25 എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തനാകുന്നു. നിരാശപ്പെടേണ്ട. പിശാച് എന്ത് കാര്യം പറഞ്ഞോട്ടെ,
നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ, നമ്മുടെ പാപങ്ങളെയും ബലഹീനതകളെയും കുറവുകളെയും ദൈവസന്നിധി പറഞ്ഞ് പക്ഷപാതം ചെയ്ത് നമ്മളെ വിടുവിച്ചെടുക്കുവാൻ, പൂർണ്ണമായി രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. അവൻ നമ്മെ കൈവിടുകയില്ല. കർത്താവിനെ മുറുകെ പിടിക്കാം, അവൻ്റെ വചനത്തെ മുറുകെ പിടിക്കാം, അവൻ്റെ കൂടെ സഞ്ചരിക്കാം. അപവാദിയായ പിശാചിനെ തള്ളിയിട്ട് നരകത്തിലേക്ക് വിടുന്ന ഒരു സംഭവം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അപവാദിയായ രാപ്പകൽ കുറ്റം ചുമത്തുന്ന പിശാചിനെ തള്ളിക്കളയുകയും. ആമേൻ. അപവാദം പറയുന്നവർ പറയട്ടെ, പിശാചിൻ്റെ ഏജന്റുമാരായി പറയുന്നവരും പറഞ്ഞോട്ടെ. പക്ഷേ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങളെ പറയുന്ന, ദൈവസന്നിധിയിൽ നീതീകരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ നമുക്ക് വേണ്ടി ഇന്നും പിതാവിൻ്റെ അടുക്കൽ ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ യേശുവിനെ ആശ്രയിച്ചു. വേറെ ഒരു മധ്യസ്ഥന്മാരും നമ്മുടെ കാര്യം ദൈവത്തിൻ്റെ അടുക്കൽ പറയാൻ പറ്റുകയില്ലെന്നാണ് തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ തന്നെ, മനുഷ്യന് എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറവിലെ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. യേശു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. ആമേൻ. നമ്മുടെ വിശ്വാസം പോയി പോകാതിരിക്കുവാൻ നമുക്ക് വേണ്ടി യേശു അപേക്ഷിക്കുന്നു. അവൻ പിശാച് ആരൊക്കെ ഏതെല്ലാം രീതിയിൽ നമ്മളെ തകർക്കാൻ നോക്കിയാലും ദൈവം കൈവിടത്തില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഇന്ന് കർത്താവ് കൂടെയുണ്ട്. നിങ്ങൾ തകരാൻ, തളരാൻ, നശിക്കാൻ, മരിക്കാൻ ദൈവം അനുവദിക്കില്ല. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്നവരെ പിശാച് നാളുകളായി ഭീഷണിപ്പെടുത്തി, ഭയപ്പെടുത്തി കർത്താവെ തകർത്ത് കളയുമെന്ന് വാദിക്കുമ്പോൾ, ഒരു വിധത്തിനും നൂരാൻ കഴിയാതെ മാനസികമായി തകർക്കാൻ നോക്കുമ്പോൾ, സാമ്പത്തികമായി തകർക്കാൻ നോക്കുമ്പോൾ, രോഗങ്ങളിട്ട് കർത്താവെ ഞെരുക്കാൻ നോക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് പിതാവിൻ്റെ അടുക്കൽ പക്ഷപാതം ചെയ്ത് ഞങ്ങളെ പൂർണ്ണമായി വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഈ മക്കളെ വിടുവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങളെ ബലപ്പെടുത്തുന്നതാണെങ്കിൽ നിങ്ങൾ ഈ സന്ദേശം കുറച്ച് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. God bless you. Have a beautiful day.